പത്തനംതിട്ട കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയെ പോലീസ് ആളുമാറി കസ്റ്റഡിയിലെടുത്തുവെന്ന് പരാതി. മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെ കീഴ്ശാന്തി വിഷ്ണുവിനെയാണ് പോലീസ് ആളുമാറി കസ്റ്റഡിയിലെടുത്തത്. അബദ്ധം മനസ്സിലായ പോലീസ് പിന്നീട് വിഷ്ണുവിനെ വിട്ടയച്ചു. ഇന്നലെ ദീപാരാധനയ്ക്ക് ശേഷമാണ് സംഭവം. ഒരു മാസം മുൻപ് കൊല്ലം പൂതക്കാട് ദേവീക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. ക്ഷേത്രം ശാന്തിക്കെതിരെ ഭാരവാഹികൾ പോലീസിൽ പരാതിയും നൽകി. ഈ പരാതിക്കൊപ്പം മോഷണം നടത്തിയ ആളുമായി സാദൃശ്യമുള്ള വിഷ്ണുവിന്റെ ഫോട്ടോയും ക്ഷേത്രം ഭാരവാഹികൾ പോലീസിന് കൈമാറിയിരുന്നു. ദേവസ്വം താൽക്കാലിക കീഴ്ശാന്തിമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നുമാണ് മോഷ്ടാവിന്റെ ഫോട്ടോ ഇവർക്ക് ലഭിച്ചത്. ഈ ഫോട്ടോ വിഷ്ണുവിന്റേതാണെന്ന് തെറ്റിദ്ധരിച്ച് കസ്റ്റഡിയിലും എടുത്തു. ഇരവിപുരത്തിനടുത്തുള്ള ഏതൊരു ക്ഷേത്രത്തിൽ ഒരു ശാന്തിക്കാരൻ കഴിഞ്ഞ മാസം കുറച്ച് ദിവസങ്ങളാണ് ഒരു ശാന്തി അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടുന്ന് പോയ സമയത്ത് അമ്പലത്തിലെ കുറേ വിളക്കൾ മോട്ടിട്ടുണ്ടാണ് പോയത്. അന്ന് മുതൽ ഈ ആളെ തപ്പി ഇവർ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർ തന്നെ എൻ്റെ ഫോട്ടോസ് അവിടുത്തെ കമ്മിറ്റിക്കാർ എൻ്റെ ഫോട്ടോസ് എടുത്ത് പോലീസുകാർക്ക് കൊടുത്തിട്ട് ഇതാണ് പ്രതി എന്ന് പറഞ്ഞ് FIR ഇട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിവിടെ വന്ന് എന്നെ അറസ്റ്റ് ചെയ്തല്ല, ഒരു വെരിഫിക്കേഷന് വേണ്ടി കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ ചെന്ന് കമ്മിറ്റിക്കാരെ വിളിച്ചു വരുത്തിയതിന് ശേഷം കമ്മിറ്റിക്കാർ പറയുന്നത് ഞാനല്ല എന്ന്. അപ്പോൾ കഴിഞ്ഞ മാസം തന്നെ ഇതിന് FIR ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ CI വരാതെ ഒന്നും ചെയ്യാനോ പറയാനോ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു രാത്രി മുഴുവൻ സ്റ്റേഷനിൽ തന്നെ നിൽക്കേണ്ടി വന്നു. അത്താഴപൂജ ഉൾപ്പെടെ ബാക്കി നിൽക്കെ ക്ഷേത്രം കീഴ്ശാന്തിയെ കൊണ്ടുപോയത് ചടങ്ങുകളെ ബാധിച്ചുവെന്ന് മുരിങ്ങമംഗലം ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. 7:30-ക്കാണ് ഇവിടുത്തെ അത്താഴപൂജ. അപ്പോൾ 6:30-ക്ക് ശേഷമാണ് ഇദ്ദേഹത്തെ 7 മണിക്കൊക്കെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞായിരുന്നു ഈ പൂജ കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. പക്ഷേ അത് സമ്മതിച്ചില്ല, കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പൂജ മുടങ്ങുന്ന സാഹചര്യം വന്നു. വളരെ ബുദ്ധിമുട്ടിയാണ്. പിന്നെ പകരം ഒരാളിനെയൊക്കെ കണ്ടെത്തിയാണ് ഇന്നലത്തെ പൂജ കഴിച്ചത്. ഇതുവരെ ഇദ്ദേഹം വരുന്നവരെ ഇവിടെ പകരം അതിനൊരാളും ഇല്ല. ഈ ക്ഷേത്രത്തിൽ കയറി ഇങ്ങനെ ഒരു പൂജാരി അറസ്റ്റ് ചെയ്യുമ്പം പാലിക്കേണ്ടതായിട്ടുള്ള യാതൊരു നടപടിക്രമങ്ങളൊന്നും പാലിക്കോ ഉപദേശസമിതിയെ ഞങ്ങളെ ഒന്നും അറിയിക്കോ ഒന്നും ചെയ്യാതാണ് ഇതുണ്ടായത്. അതുകൊണ്ട് ഭക്തജനങ്ങൾക്കും ഞങ്ങൾക്കൊക്കെ ശക്തമായ പ്രതിഷേധമുണ്ട് ഇക്കാര്യം. എന്നാൽ കോന്നി പോലീസിന് ഇതുമായി ബന്ധമില്ലെന്നും ഇരവിപുരം പോലീസിന് വേണ്ട സഹായം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നുമാണ് കോന്നി പോലീസിന്റെ നിലപാട്. അതേസമയം ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ ആളുടെ യഥാർത്ഥ ഫോട്ടോയും തിരിച്ചറിയൽ രേഖകളും പോലീസിന് കൈമാറിയിട്ടുണ്ടായിരുന്നുവെന്നാണ് പൂതക്കാട് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. ക്ഷേത്രം ഭാരവാഹികൾ നൽകിയ ഫോട്ടോ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണമെന്ന് ഇരവിപുരം പോലീസും വ്യക്തമാക്കി. ന്യൂസ് മലയാളം, പത്തനംതിട്ട.